വിഴിഞ്ഞം തുറമുഖത്തിന്റെ അവകാശവാദത്തെ ചൊല്ലി വീണ്ടും തർക്കം. സമൂഹ മാധ്യമങ്ങളിൽ അവകാശവാദങ്ങളുമായി CPIM കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകൾ. ഉമ്മൻചാണ്ടിയെ പ്രശംസിച്ച കരൺ അദാനിയുടെ വീഡിയോ ഉമ്മൻചാണ്ടിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ പ്രവർത്തകർ പങ്കുവച്ചു. വിഴിഞ്ഞത്ത് രണ്ടാം ഘട്ട നിർമ്മാണം ആരംഭിച്ചതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ച് ഇടത് ഗ്രൂപ്പുകളും ക്യാമ്പയിൻ സജീവമാക്കിയിട്ടുണ്ട്. ഹരിമോഹൻ തുടർന്നുള്ള വിവരങ്ങളുമായി. ഹരി, ഇന്നലെ രണ്ടാം ഘട്ടത്തിന്റെ ഉദ്ഘാടനമായിരുന്നു. പിണറായി സർക്കാർ വിഴിഞ്ഞം പദ്ധതിയെ വലിയ നേട്ടമായി ഉയർത്തിക്കാട്ടുമ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം വിഴിഞ്ഞം പദ്ധതിയുടെ പിതാവ് ഉമ്മൻചാണ്ടിയാണെന്നുള്ള ചർച്ചകൾ സജീവമാവുകയാണല്ലേ? ആര്യ, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ചർച്ചകൾ വീണ്ടും സജീവമാകുന്നു. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കാനിരിക്കുന്ന ഒരു വേളയിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട ഒരു വികസന പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനം അത് വളരെ പ്രധാനപ്പെട്ടതാണ് സർക്കാരിനെ സംബന്ധിച്ച്, ഒപ്പം തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചും. ഇന്നലെ പതിവ് പോലെ തന്നെ, അതായത് ആദ്യ ഘട്ടം, അതായത് കമ്മീഷനിംഗ് സമയത്ത് മുഖ്യമന്ത്രി സംസാരിച്ചതിന് സമാനമായി തന്നെ രണ്ടാം ഘട്ടത്തിലും മറ്റു മുഖ്യമന്ത്രിമാരുടെ അല്ലെങ്കിൽ മറ്റു ഭരണാധികാരികളുടെ പേരൊന്നും എടുത്തു പറയാതെ തന്നെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം ഉണ്ടായിരുന്നത്. പക്ഷേ ഇക്കുറി ഒരു വ്യത്യാസമുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് നേരിട്ടെത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയുടെ ഇക്കാര്യത്തിലെ പങ്ക് എടുത്തു പറഞ്ഞു എന്നുള്ളതാണ്. എടുത്തു പറഞ്ഞത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു നിശ്ചയദാർഢ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ശില്പി തന്നെ, വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പി തന്നെ ഉമ്മൻചാണ്ടിയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് അതേ വേദിയിൽ, മുഖ്യമന്ത്രിയും കരുണാനിധിയും ഒക്കെ ഇരിക്കുന്ന അതേ വേദിയിൽ വെച്ച് പറഞ്ഞത്. അതേസമയം കരുണാനിധിയും മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒരു പങ്കിനെ കുറിച്ച് പറയാൻ മറന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പേരുയർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പി എന്നുള്ള നിലയിൽ അക്കാര്യം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷത്തിന് തുടർന്നുള്ള പ്രചാരണങ്ങൾ നടത്താൻ കഴിയും. അത് ഇന്നലെ ഒരു ചടങ്ങിൽ അവസാനിക്കുന്ന തർക്കം മാത്രമല്ല, അല്ലെങ്കിൽ ഒരു പ്രചാരണം മാത്രമല്ല, വരും ദിവസങ്ങളിലും അത് ഉണ്ടാകും. അതേസമയം തന്നെ 2016 അധികാരം ഏറ്റെടുത്ത പിണറായി വിജയൻ സർക്കാരിന്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് വിഴിഞ്ഞം തുറമുഖം ഇത്ര വേഗത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത്. 2028 അതിന്റെ എല്ലാ പദ്ധതികളും പൂർത്തീകരിച്ചുകൊണ്ട് അത് പ്രവർത്തന സജ്ജമാകാൻ പോകുന്നത് എന്നുള്ള കാര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് LDF ഇതിനെ കാണുന്നത്. തറക്കല്ലിട്ടാൽ മാത്രം പോരാ, അല്ലെങ്കിൽ കല്ലിട്ടാൽ വികസനം ഉണ്ടാകില്ല എന്നുള്ള പേരിൽ പറഞ്ഞുകൊണ്ടാണ് എന്നുള്ള ഒരു പ്രചാരണം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് CPM അല്ലെങ്കിൽ LDF ഇതിനെ നേരിടുന്നത്.